മുംബൈയിൽ നടക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ സംഗമത്തിൽ കേരളവും ഇലക്ട്രോണിക്സ്, ഭക്ഷ്യ സംസ്കരണം, IT, ടൂറിസം, ആയുർവേദം എന്നിങ്ങനെ 12 മേഖലകളിലാണ് കേരളം ഊന്നൽ നൽകുന്നത്. ജപ്പാൻ, ചൈന, തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപകരെയാണ് കേരളം ലക്ഷ്യം വെക്കുന്നത്. വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതയും സാങ്കേതിക രംഗത്തെ സ്വയം പര്യാപ്തതയും ഉയർത്തിക്കാട്ടിയാണ് ഇലക്ട്രോണിക്സ് രംഗത്ത് കേരളം നിക്ഷേപകരെ ക്ഷണിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ മുന്നിലുള്ള ചൈനയിലും തായ്വാനിലും പോയി കേരളം റോഡ് ഷോയും സെമിനാറുകളും സംഘടിപ്പിച്ചു. ജപ്പാനിൽ നിന്നുള്ള കമ്പനികളെയും കേരളം പ്രതീക്ഷിക്കുന്നു. 66 രാജ്യങ്ങളിൽ നിന്നും ബിസിനസ് പ്രതിനിധികൾ എത്തുന്ന മേക്ക് ഇൻ ഇന്ത്യ സംഗമത്തിൽ നമ്മുടെ സംസ്ഥാനം ശ്രദ്ധവെക്കുന്നത് ഇലക്ട്രോണിക്സ് അടക്കം 12 മേഖലകൾ. ഒരു ഹൈ എൻഡ് ഇലക്ട്രോണിക് കമ്പോണന്റ്സിന്റെ മാനുഫാക്ചറിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. പണ്ട് UAEയും അമേരിക്കയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളിപ്പോ നമ്മുടെ കോർ കോമ്പറ്റന്റ് സെക്ടേഴ്സിനും അനുയോജ്യമായ രാജ്യങ്ങളിലാണ് നമ്മളിപ്പോ പോകുന്നത്. വിദേശ മലയാളി സംരംഭകരെ മാത്രം ഉന്നമിട്ടുള്ള ക്യാമ്പയിനുകളല്ല ഇത്തവണ. ഇലക്ട്രോണിക്സ്, ലൈഫ് സയൻസ്, ഫുഡ് പ്രോസസിംഗ്, IT എന്നിവയിൽ പ്രമുഖ വിദേശ ബ്രാൻഡുകളെയെല്ലാം കേരളം ലക്ഷ്യം വെക്കുന്നു. കൂടാതെ ആയുർവേദത്തിലും വിനോദസഞ്ചാരത്തിലും നമ്മുടെ സാധ്യതകൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉയർത്തിക്കാട്ടും. വിഴിഞ്ഞം തുറമുഖം, സ്മാർട്ട് സിറ്റി, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിങ്ങനെ വരാനിരിക്കുന്ന വലിയ പദ്ധതികൾ മുൻനിർത്തിയാണ് കേരളത്തിന്റെ ക്യാമ്പയിൻ. പരിസ്ഥിതി സൗഹൃദ വികസനമാണ് മേക്ക് ഇൻ ഇന്ത്യ മേളയിലും കേരളത്തിന്റെ മുദ്രാവാക്യം. മുംബൈയിൽ നിന്നും നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.